മറ്റൊരു ക്രിസ്മസ് ഗാനത്തെക്കുറിച്ച് 15 ഭാഷകളിൽ ഒരു ക്രിസ്മസ് ഗാനം. ദിവ്യ തേജസ് എന്ന ആൽബത്തിലാണ് ഈ അപൂർവ ഗാനം. 5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഗാനത്തിന്റെ വരികൾ 5 വിദേശ ഭാഷകൾ ഉൾപ്പെടെ 15 ഭാഷകളിലാണ് എഴുതിയിട്ടുള്ളത്. ഈ ഗാനത്തിന്റെ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച സാം കടമനിട്ട ഗുഡ് ഈവനിംഗ് കേരളത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നു. ഏതായാലും സാം കടമനിട്ട ഗുഡ് ഈവനിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് പ്രേരണയായത്? സർവ്വലോകർക്കും സമാധാനം എന്നാണ് മാലാഖമാർ പാടിയത്. അപ്പോൾ മലയാളികൾക്ക് മാത്രമല്ല, നമ്മളാൽ കഴിയുന്നിടത്തോളം എത്രയും ഭാഷയിലുള്ള ആളുകൾക്ക് നമുക്ക് സന്തോഷം എത്തിക്കാൻ കഴിയുമോ അതിനുള്ളൊരു ശ്രമം ആണ് നടത്തിയത്. 5 വിദേശ ഭാഷകൾ ഉൾപ്പെടെ 15ഓളം ഭാഷകൾ. ഏതൊക്കെ ഭാഷകളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? ഒരു ഭാഷയിൽ ഒരു കോൺസെൻട്രേഷൻ നടത്തിയില്ല. ഈ ഒരു ആഗ്രഹം കുറെ നാളായിട്ട് മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു പ്രായോഗികത എത്രത്തോളം ആണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഈ ദിവ്യ തേജസ് എന്ന CD-യുടെ പ്രവർത്തനങ്ങൾ, റെക്കോർഡിങ്ങുകൾ നടക്കുമ്പോഴൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും അതിൻ്റെ ആ ഒരു വരികളൊന്നും പൂർത്തിയായിട്ടില്ലായിരുന്നു. പിന്നീടാണ് പരമാവധി സുഹൃത്തുക്കളെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ കോളേജ് ലെവൽ മുതലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, പല സംസ്ഥാനങ്ങളിലുള്ള സുഹൃത്തുക്കൾ, പിന്നെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടുത്തെ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യാം എന്ന്, ഈ ഭാഷകൾ കളക്ട് ചെയ്യാം എന്നെനിക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നിയത്. അങ്ങനെ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. അവരൊക്കെ അതാത് ലാംഗ്വേജിലുള്ള, അതായത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇത് ശരിക്കും ഒരു വേദപുസ്തക വാചകമാണ്, ഒരു വാക്യമാണ്. അതിന്റെ രചന ഞാനാണെന്ന്, അതിന്റെ ഒരു റിസർച്ചും കളക്ഷനും എൻ്റെതാണ്. അതൊരു രചനയല്ല. ഈ വാക്യത്തിന്റെ 15 ട്രാൻസ്ലേഷനാണ് ഈ ഗാനത്തിനകത്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 15 സംസ്ഥാനങ്ങളിൽ 10 സംസ്ഥാനങ്ങളിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ അതാത് ഭാഷയിലെ വേദപുസ്തകം നോക്കി എനിക്ക് അത് പറഞ്ഞു തന്നു. പിന്നെ ഒറീസയിൽ നിന്നും അതുപോലുള്ള ചില സംസ്ഥാനങ്ങളിൽ നിന്നും അവർ അതിൻ്റെ ഓഡിയോ ബൈബിൾ എനിക്ക് നെറ്റിൽ കൂടി അയച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൊനൗൺസിയേഷൻ കിട്ടി. പിന്നെ സുറിയാനി, റഷ്യൻ എന്നീ ഭാഷകൾ എനിക്ക് ലഭിക്കാൻ സഹായിച്ചത് ഫാദർ MB ജോർജ് അച്ഛൻ, ഓർത്തഡോക്സ് സഭയുടെ സംഗീത വിഭാഗമായ ശ്രുതി ലിറ്റർജിക്കൽ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഡയറക്ടർ MB ജോർജ് അച്ഛൻ. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ സമയം, എനിക്ക് നേരത്തെ അദ്ദേഹമായിട്ട് സൗഹൃദമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നിട്ട് റഷ്യൻ ബൈബിൾ നോക്കി തന്നെ കുറേ പാടുപെട്ടിട്ടാണ് അതൊന്ന് വായിക്കുന്നത്. സ്ലോ വാ വിഷ്ണു ഭോഗു വാവ് ലേനിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വരികളാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ വായൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ട് അത് ഉച്ചരിക്കാൻ മനസ്സിലാക്കി തന്നു. സുറിയാനി അച്ഛൻ തന്നെയാണ് തന്നത്. ഗ്രീക്കിൻ്റെ വരികളും ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് ഗ്രീക്ക് ബൈബിള് നോക്കിയെടുത്തത്. പക്ഷെങ്കിൽ അത് വായിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അത് ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാകാത്ത ഒരു ശൈലിയിലാണ്. ഗ്രീക്ക് വായിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അതിനും സഹായിച്ചത് കോട്ടയത്തെ തന്നെ സെമിനാരിയിലെ ഗ്രീക്ക് അധ്യാപകനായ അച്ഛൻ്റെ സഹായത്തോടു കൂടി MB ജോർജ് അച്ഛനാണ് എനിക്ക് ഗ്രീക്കും മനസ്സിലാക്കി തന്നത്. അങ്ങനെ ആ 3 ഭാഷയിൽ ചിട്ടപ്പെടുത്തുന്നതിന് MB ജോർജ് അച്ഛൻ്റെ സാന്നിധ്യം വളരെയധികം സഹായിച്ചു. റെക്കോർഡിങ്ങിൻ്റെ സമയത്തും ഞാൻ മൊബൈലിൽ കൂടി അച്ഛനെ ഇങ്ങനെ ഇവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ സുഹൃത്തുക്കൾ സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ മൊബൈലിൽ കൂടി ഇതിൻ്റെ ആക്സെൻറ്റ് അച്ഛനെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അച്ഛൻ്റെ സഹായത്തോടുകൂടിയാണ് ഈ ഫോറിൻ ലാംഗ്വേജസ്. പിന്നെ അതിനെക്കാട്ടിൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം ഭാഷകൾ ലഭിക്കുന്നതിന് ഇങ്ങനെ എവിടുന്ന് കിട്ടുമെന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോഴാണ് ഞാൻ എറണാകുളത്ത് ട്രിവാൻഡ്രത്തിന് പോകാനായിട്ട് എറണാകുളത്ത് നോർത്തിൽ നിൽക്കുമ്പോൾ 2 ഫോറിനേഴ്സ് ഇങ്ങനെ പോകുന്നു. ഫോറിനേഴ്സിനെ പതിവായി കാണാറുണ്ടെങ്കിലും പക്ഷെങ്കിൽ അന്നേരം പെട്ടെന്ന് എനിക്ക് ഇവരെ ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് തോന്നി. ഞാൻ പതിയെ ഇവരെ ഫോളോ ചെയ്ത് ഇവർ കയറിയ കമ്പാർട്ട്മെന്റിൽ കയറി അവരോട് കൂട്ടുകൂടി പതിയെ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ച് അവരുടെ അടുത്ത് പറഞ്ഞു. അവർ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി. എന്നിട്ട് ഞാൻ പതിയെ അവരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു റിസർച്ചിനകത്താണ് ഞാൻ. അപ്പോൾ ഒരാൾ ജാപ്പനീസ് ആണ്, ഒരാൾ ഫ്രഞ്ച് ആണ്. ഇവർ 2 പേരും വേഗം, ഇവർ 2 ക്രിസ്ത്യൻസ് അല്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബൈബിളിനെ കുറിച്ച് അറിയണമെന്നില്ല, വിവിധ ആളുകളുടെ ട്രാൻസ്ലേഷൻ ഉണ്ട്, ഓരോ വേർഷൻ ഉണ്ട് ബൈബിൾ. അപ്പം നിങ്ങളുടെ ഒരു റോബാണ് ജാപ്പനീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു റോബ് വേർഷൻ ഒരു ബൈബിൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഗ്ലോറി ടു ഗോഡ് ഇൻ ഹയസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് കാണിച്ചു കൊടുത്തു. അതിനെ ജാപ്പനീസ് ലാംഗ്വേജിലേക്ക് അദ്ദേഹം
ട്രാൻസ്ലേറ്റ് ചെയ്ത് അന്നേരം തന്നെ ജാപ്പനീസ് ആൽഫബറ്റ്സിൽ എനിക്ക് എഴുതിയിട്ട് ഇംഗ്ലീഷിൽ അതിൻ്റെ ഫോണറ്റിക്സ് പ്രൊണൗൺസിയേഷൻ കാണിച്ചു തന്നു. സോഫി റാക്കോൺഡ്രോസോവ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ലേഡി ഫ്രഞ്ചും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതും ഫ്രഞ്ചിലും വായിക്കാനായിട്ട് അത് രണ്ടും ട്രെയിനിൽ വെച്ചിട്ടാണ് ആ 2 വരികൾ കിട്ടിയത്. പിന്നെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് അതിന് ശേഷമാണ് ഇത് ഫ്രഞ്ച് ജാപ്പനീസ് ബൈബിളെ ഞാൻ കണ്ടെത്തുന്നത്. നോക്കിയപ്പോൾ ഒരു വാക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി റോബ് ട്രാൻസ്ലേറ്റ്. അതാണ് ദൈവം നേരിട്ട് ഇടപെടുക എന്ന് പറഞ്ഞാൽ അതാണ്. അത് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, ദൈവം ഞാൻ ആദ്യമേ പറയേണ്ടിയിരുന്നു, ദൈവത്തിന്റെ കൃപയാണ് ദിവ്യ തേജസ്സിന്റെ ആദ്യ അവസാനം എന്നെ നയിച്ചത്. ഏതായാലും ആ വരികൾക്ക് സാം തന്നെയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ? അത് പാടുക വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു ദിവസത്തെ കഠിന പരിശ്രമം കൊണ്ടാണ് അത് പഠിച്ച് പാടിയത്. അത് ഞാൻ പാടി കേൾപ്പിക്കുന്നതും അത് തമിഴ് അതിൻ്റെ ഒരു 15 വെറൈറ്റി ഒരു പാട്ടിനകത്ത് തന്നെ കൊണ്ടുവരണം. അപ്പം ഞാൻ നെറ്റ് സെർച്ച് ചെയ്തിട്ട് അത് അത്രയും ലാംഗ്വേജിലെ ഫോക്ക് സോങ്സ് കേൾക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. എന്നിട്ട് അങ്ങനെയാണ് ഈ 15 കൾച്ചർ ഒരു സോങ്ങിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അത് പാടുക അസാധ്യമാണ്. എന്നാലും മലയാളം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, അതാണ് മലയാളം. പിന്നെ ബാക്കി ഒരു പക്ഷെങ്കിൽ നിങ്ങൾ സോങ് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ കേൾക്കാനായിട്ട് പറ്റും. ഉന്നതത്തിലിരിക്കിற ദേവനുക്ക് മഹിമയും, ഭൂമിയിൽ സമാധാനമും, മനുഷ്യർ മേൽ തിരിയമും ഉണ്ടാവതാക என்று சொல்லி ദേവനെ തുതിതാർകൾ, അത് തമിഴ്. പിന്നെ സുറിയാനി ഏറ്റവും അവസാനമായിട്ടാണ്. സുറിയാനിയും കൂടെ ഞാൻ ഇപ്പോൾ പാടാം. സുറിയാനിയിൽ ദശബുഹത്തോലാലോ അതിന്റെ വരികൾ മറന്നുപോയി. നമുക്ക് തുടർന്നത് കേൾക്കാം. അത് 15 കൾച്ചറാണ്. അത് ഈ പെട്ടെന്ന് പാടുക ബുദ്ധിമുട്ടാണ്. സോറി. ഈ സാം ഇത്രയും കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത് നേരത്തെ സാം തന്നെ പറഞ്ഞതുപോലെ ഇത് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് ചിത്രീകരിച്ചത് കാണാം. परमेश्वर की महिमा और पृथ्वी पर उन मनुष्य में जिनसे वो प्रसन्न है शांति हो. ഈ ഒരു ക്രിസ്മസ് കാലത്ത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശവുമായി, തീർച്ചയായും ഏറ്റവും അർത്ഥവത്തായ സന്ദേശവുമായി തന്നെയാണ് സാം കടമ്മനിട്ട ഒരുക്കിയ ഈ ഒരു ആൽബം ദിവ്യ തേജസ് പ്രേക്ഷകർക്കും അല്ലെങ്കിൽ വിശ്വാസികൾക്കും മുമ്പിലെത്തുന്നത്. 15 ഭാഷകളിലായി 5 വിദേശ ഭാഷയടക്കം വരികൾ ഒരുക്കിയാണ് ഈ ഒരു ആൽബം സാം തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ നന്ദി സാം, ഈ ഒരു ദിവസം ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയതിന്. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിശേഷങ്ങൾ. Good evening Kerala, brought to you by